അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സ്വർഗ്ഗത്തിന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അവനെക്കുറിച്ച് പറയുന്നു, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. ഹല്ലേലൂയ. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലയും ആകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതകരമായ ദൈവമായിട്ട് നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ഈ പ്രഭാത സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, അവിടുന്ന് സംസാരിക്കുന്ന വചനമാണ്. ഹല്ലേലൂയ. അതിൻ്റെ ഒപ്പം തന്നെ സംസാരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ പുണ്യകരമായി സംസാരിക്കുന്ന രക്തം. പരിശുദ്ധാത്മാവ് നമ്മോട് എന്ത് ചെയ്യുക? ഹല്ലേലൂയ. ശുദ്ധീകരിച്ച് സംസാരിക്കും. ആത്മാവുദാനം ആത്മാവോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് രാവിലെ സമയം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ, ഹല്ലേലൂയ, ഒരു പക്ഷപാതം ചെയ്യുന്ന 24 hours, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവിടുന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. വചനം ജഡമായി വന്നു. ഹല്ലേലൂയ. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. ആ കർത്താവാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അവിടുത്തെ രക്തമാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അവിടുത്തെ രക്തം സംസാരിക്കുന്നു. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതനായിട്ട്, ഹല്ലേലൂയ, നമുക്ക് മുമ്പേ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലെ ആ കൂടാരത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശനം പ്രാപിച്ചിരിക്കുക. ഹല്ലേലൂയ. അവിടുന്ന് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഈ രാവിലെ സമയം ആ കൃപാസനത്തോട് നമ്മളൊന്ന് അടുത്ത് വരുമ്പോൾ, അവിടുത്തെ മറവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ആ കൃപാസനത്തോടെ, ആ കൂടാരത്തിനടുക്ക് കടന്നു വരുവാൻ പറ്റുന്നത്, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ശാപങ്ങൾ ക്ഷമിക്കുന്ന രക്തം. ഹല്ലേലൂയ. എന്ന് നമ്മൾ എന്ത് തെറ്റ് വന്നാലും നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ഉണ്ട്. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു കാര്യം മാത്രം നമ്മൾ പറയല്ല, എനിക്ക് പാപം ഇല്ല എന്ന് നാം പറയാൻ പാടില്ല. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞാൻ അടുത്ത് വരുന്ന കർത്താവേ, ഉമ്മർത്യൻ സ്വർഗം പോലും തീർക്കന്നിൽ എന്ത് ചെയ്യുക? അയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുമ്പോഴേ അല്ല, നിർമ്മലമല്ല. അപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ വരുമ്പോൾ കർത്താവേ, അതിനുള്ള യോഗ്യത നമുക്കില്ല. അപാപിയായ മനുഷ്യൻ വന്നപ്പോൾ, കർത്താവേ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഈ അടിയൻ ആ പരീക്ഷനും പാപിയും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ നെഞ്ചത്തടിച്ച്, കർത്താവേ, അടിയനോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ. നാം ആ കരുണയ്ക്കായിട്ട് ആ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ടൊരു പ്രവേശനമുണ്ട്. അതാണ് ദൈവം 2 സ്ഥലങ്ങളിൽ വസിക്കുന്നു. ഉന്നതങ്ങളിലും ഉയരങ്ങളിൽ വസിക്കുന്ന ദൈവം എവിടെ വസിക്കുന്നു? സ്വർഗത്തിലും വസിക്കുന്നു. മനസ്താപവും മനോവിനയമുള്ളവരോടും കൂടെ വസിക്കുന്നത്. ആ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തന്നവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ മറവിൽ വസിക്കണമെങ്കിൽ, ആ നിഴലിൽ പാർക്കണം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ രാവിലെ സമയം കർത്താവിൻ്റെ സന്നിധി, കർത്താവേ, ഞാൻ നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, ഹല്ലേലൂയ, അതാണ് ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, ഹല്ലേലൂയ, നമുക്ക് മുമ്പായി ഒരു മാതൃക കാണിച്ച കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. പാദപീഠത്തിൽ രാവിലെ സമയം, കർത്താവേ, ഞാൻ നിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുന്ന കർത്താവേ, അടിയനോട് മനസ്സലിയണമേ. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ കൃപാസനത്തോട് നമ്മൾ അടുത്ത് വരുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കമാൺ എന്ന് പറയാൻ വേണ്ടി നമ്മളെ വിളിക്കുന്ന ഒരു രക്തമുണ്ട്. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മുടെ കർത്താവ് അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ വചനം എന്ത് ചെയ്യുന്ന നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് എന്ത് ചെയ്യുക? ഹല്ലേലൂയ. ശുദ്ധീകരിച്ച് സംസാരിക്കും. ആത്മാവുദാനം ആത്മാവോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് രാവിലെ സമയം വരുമ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിന്നെ എന്ത് ചെയ്യുക? നിന്റെ കൂടാരത്തിനടി, അങ്ങനെ വായിച്ചു നമ്മൾ. ഹല്ലേലൂയ. അവയെക്കുറിച്ച് അവൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു. ഹല്ലേലൂയ. അവനെൻ്റെ സങ്കേതം. നമുക്ക് വേണ്ടി ഒരു സങ്കേത പട്ടണം. എന്ത് പാപം ചെന്നാലും സങ്കേത പട്ടണത്തിൽ ചെന്ന, ഇവൻ കൊലപാതകനാണെങ്കിലും സങ്കേത പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തുവാ? വിടുതല. പിന്നെ അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് കർത്താവ് വേണ്ടി, ഹല്ലേലൂയ, ഇതാരാ നമ്മുടെ സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് സങ്കേതം. ഹല്ലേലൂയ. വചനം എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അതിനായി ശരണത്തിനായി
ഇബ്രാഹിം ശരണത്തിനായി ഓടി വന്നിരിക്കുന്നവർക്ക് ഹല്ലേലൂയ, മാറ്റമില്ലാത്ത ആ കൃപാസനത്തിനോട് നമ്മൾ അടുത്ത് വരുമ്പോൾ ഹല്ലേലൂയ, ആ ശരണത്തിനായിട്ട് നമ്മൾ ആ സങ്കേത പട്ടണത്തിലോട്ടൊന്ന് അടുത്ത് വരണം. കർത്താവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. ഹല്ലേലൂയ, ആ കോട്ടയ്ക്കകത്തേക്ക് ഞാൻ കടന്നു വരുന്നു രാവിലെ സമയം. കർത്താവേ, നിൻ്റെ ഉള്ളങ്കരങ്ങളിൽ ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ തമ്പുവിനകത്ത്, തമ്പു എന്ന് പറഞ്ഞാൽ ആ കൂടാരത്തിനകത്തോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ശത്രുവിന്, അതാണ് എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയില്ല. നമ്മൾ ആ ചിറകിൻ കീഴിലാണെങ്കിൽ, ആ മറവിലാണ് നാം വസിക്കുന്നുവെങ്കിൽ ഗോഡ്സ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ സങ്കേത പട്ടണത്തിലാണ്, ഒരു ശത്രുവിനും അങ്ങോട്ട് അടുക്കാൻ പോകത്തില്ല. ഹല്ലേലൂയ, അവൻ പറയും തീയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടിക്കളയും. ഹല്ലേലൂയ, പല സാത്താന്യ ശക്തികളൊക്കെ വരുമ്പോഴേ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ആ വചനം നമ്മളങ്ങോട്ട് കൊടുക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവിൽ നമ്മളങ്ങോട്ട് ആ വചനം, ദൈവം തരുന്ന വചനം വാങ്ങിട്ട് വരുമ്പോൾ പൈശാചിക ശക്തികൾക്ക് അവിടെ നിൽക്കാൻ പോകത്തില്ല. അതാണ് ആ പൈശാചിക ശക്തികൾ എന്ത് ചെയ്യുന്നത്, ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. ഹല്ലേലൂയ, അപ്പം നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസനത്തോടൊന്ന് അടുക്കാനുള്ള ആ യോഗ്യത കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ്. ഹല്ലേലൂയ, നമ്മെ തന്നെ ഹംബിൾ ചെയ്യുമ്പോൾ, താഴ്ത്തുമ്പോൾ, കർത്താവേ ഞാൻ ആ കൃപാസനത്തോട് അടുത്ത് വരുന്ന കർത്താവേ, എൻ്റെ കുറവുള്ള ബലങ്ങളിലെല്ലാം കർത്താവേ, യോഹന്നാന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞ കാൽവരി ക്രൂശിലെ രക്തത്താൽ കർത്താവേ നീ ഒന്ന് കഴുകണമേ. ഹല്ലേലൂയ, ആ കൊടുത്ത രക്തത്തിൻ്റെ മറവിലേക്ക് ഞാൻ വരുന്നു. നമ്മളൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾ രക്ഷയെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് നമ്മൾ ഏറ്റു പറയുമ്പോൾ അതൊരു വൺ ടൈം പ്രോസസ്സാണ്. ഞാൻ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ കാൽവരി ക്രൂശിലെ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദിരത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി. എബ്രാഹിം അതെല്ലാം വാക്യം വായിക്കുന്നില്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവനും അർപ്പിപ്പാൻ വല്ലതും വേണം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നത്, തൻ്റെ ദേഹം എന്ന തിരശ്ശീൽ കൂടെ കടന്നുപോയി എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടി ആ രക്തം, ആ കുഞ്ഞാടിൻ്റെ രക്തം അതിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആ മഹാപുരോഹിതൻ തളിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അകത്തോട്ട് എടുത്തുകൊണ്ട് പോകുന്നതിൽ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് എന്ത് ചെയ്തു, നമുക്ക് മുമ്പായി കർത്താവ് കടന്നു പോയപ്പോൾ പരിശുദ്ധാത്മാവിടെ ആ രക്തം കൊണ്ട് സ്വർഗത്തിൽ വെച്ചിരിക്കുക. യേശുവിൻ അതാണ് അവൻ്റെ ജീവനാണ്, രക്തത്തിലാണ് ജീവൻ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ യേശു ജനനം പ്രാപിച്ചെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് തന്നെ എന്ത് ചെയ്തു, അവൻ്റെ ജീവനെ എടുത്ത് സ്വർഗത്തിൽ നിന്ന് ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ, രക്തത്തിൻ്റെ ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം സാധ്യമാകില്ല. ഹല്ലേലൂയ, അവിടുത്തെ ആ രക്തം, ഹല്ലേലൂയ, ആ രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് നാം അടുത്ത് വരുന്നത്. ഹല്ലേലൂയ, അപ്പോഴേ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാർക്ക്, തളിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, തളിക്കപ്പെടുവാനായി വിശുദ്ധന്മാർക്ക് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ, കർത്താവേ ആ പാദപീഠത്തിലേക്ക് ഞാൻ അടുത്ത് വരുന്നു, കർത്താവിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേന്ന് നമ്മൾ പറയണം എന്ന് പറഞ്ഞെങ്കിൽ ആ രക്തം തളിക്കത്തുള്ളൂ. ഹല്ലേലൂയ, നിങ്ങളെ എന്ത് ചെയ്യുന്ന ആക്കിയിരിക്കുന്ന നിങ്ങളെ എന്ത് ചെയ്യുക, കർത്താവിൻ്റെ ആ രക്തത്തിന് ആ സ്വർഗീയ സ്ഥലത്ത് നമ്മളെ ഇരുത്തിയിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്വർഗീയ സ്ഥലത്ത് ഇരിക്കുമ്പോഴേ അവിടെ ആ കർത്താവിൻ്റെ രക്തം, കർത്താവെ എന്നെ ഒന്ന് തളിക്കണമേ എന്ന് നാം ഒന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ആ മോശ തട്ടി എന്ന് പറഞ്ഞാൽ രാജ്യക്ക് പുരോഹിതവർഗമാക്കി വെച്ചിരിക്കുക. കർത്താവെ ആ രക്തം ഒന്ന് തളിക്കണമെന്ന് പറയുമ്പോൾ ആ ക്രൂശിലെ രക്തം നമ്മൾ തളിക്കും. കർത്താവ് എല്ലാം ആ പഴയ നിയമകാലത്ത് രക്തത്താലാണ് എല്ലാം എന്ത് ചെയ്യുന്നത്, ശുദ്ധീകരിക്കുന്നത്. ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം രക്തം കൊണ്ട് തളിക്കും. ഇബ്രാഹിം 9:21. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണത്തിന്മേലും എല്ലാം രക്തം തളിച്ചു. ഹല്ലേലൂയ, ഇന്ന് ഈ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുക, നമ്മളെ ഒരു ആലയമാക്കി ഇന്ന് മാറ്റിയിരിക്കുക. അപ്പോൾ ഈ ആലയത്തിലുള്ള ഇന്ന് നമ്മളാണ് ഈ ആലയത്തിലുള്ള ഉപകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, ഒന്നാമത് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സാണ്. ആ മനസ്സെന്ത് ചെയ്യുക, ആ നിർജ്ജീവ പ്രവൃത്തിയിലൊക്കെ പോയി ശുദ്ധീകരിക്കാൻ നിങ്ങൾ എത്രമാത്രം നിങ്ങളെ ശുദ്ധീകരിക്കുമെന്നാണ് അവിടെ എബ്രാഹിം എഴുതിയിരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ആലയത്തിലെ ആരാധനയ്ക്കുള്ള ഉപയോഗമാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയുടെ ജീവനും ശരി. റോമർ 12 ബുദ്ധിയുള്ള അവിടെ എഴുതിയിരിക്കുന്നത് പോണക്ക് നമ്മളപ്പോൾ ഇന്ന് നമ്മൾ ആലയത്തിലെ ഉപകരണങ്ങൾ ആരാ, നമ്മുടെ ഈ മനസ്സും നമ്മുടെ ശരീരവും എല്ലാ ആലയം, അതെല്ലാം കർത്താവെ രക്തം കൊണ്ടൊന്ന് തളിക്കണമേ എന്ന് പറയുമ്പോൾ ആ രക്തത്തിൻ്റെ അവിടെ കർത്താവ് അത് ചെയ്യും. പരിശുദ്ധാത്മാവിൽ വിശ്വാസത്താലാണ് നാം അത് പറയുന്നത്. ഹല്ലേലൂയ, അപ്പോൾ ആ രക്തം അവിടെ അങ്ങ് പാടും. അതാണ് എബ്രാഹിം 10:22 പറയുമ്പോൾ നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പോർത്ത് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് വരിക. ഹല്ലേലൂയ,
നമ്മൾ അങ്ങോട്ട് 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒന്ന്, വിശ്വാസത്തിൻ്റെ അപൂർണ്ണ നിശ്ചയം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് നമ്മൾ ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആ ഒരു നങ്കൂരം, ആ നങ്കൂരം എന്ന് പറയുന്നത് ആ പ്രത്യാശ, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ആ ഉയരത്തിൽ വസിക്കുന്നു, എൻ്റെ നിത്യജീവൻ എനിക്ക് വേണ്ടി തന്നു. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവൻ ലോകത്തെ സ്നേഹിച്ചു എനിക്ക് നിത്യജീവൻ തരുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് എൻ്റെ കർത്താവ് എനിക്ക് മുമ്പായി കടന്നുപോയി. ഹല്ലേലൂയ, എൻ്റെ ദൈവം അവിടെ ഉണ്ട്. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ ജയിച്ച് എന്നേക്കും മരണഭീതിയിലായവരെയൊക്കെയും വിടുവിച്ചെന്നുള്ള വചനപ്രകാരം ആ മരണത്തെ ജയിച്ച് കർത്താവ് എനിക്ക് വേണ്ടി പോകുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മരണത്തിൽ എനിക്കൊരു ഉയർപ്പുണ്ട്. എൻ്റെ മരണം ഇവിടെ അവസാനിക്കുന്നില്ല. എൻ്റെ ആ പ്രത്യാശ, എൻ്റെ ദൈവം അവിടെ, ആ പ്രത്യാശയെ നമ്മൾ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തോടെ അങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോഴേ ആ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഹുക്ക് ചെയ്ത് വെക്കുക. സങ്കീർത്തനത്തിൽ അവൻ എന്നോട് പറ്റിയിരിക്കാൻ, അതൊന്ന് വായിച്ചേ. ആ വാക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോഴേ അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, ബിക്കോസ് ഹി ഹാസ് സെറ്റ് ഹിസ് ലവ് അപ്പോൺ മീ, therefore I will deliver him. I will set him on high because he has known my name. I will set him on high. ഇന്ന് നമ്മളെ വിശുദ്ധ മന്ദിരത്തിൽ കൊലോസ്യർ 3:1 പറഞ്ഞപ്പോൾ നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുന്നു? സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അവിടെ ഇരുത്തി നമ്മളെ ഉറപ്പ് വിശ്വാസത്തെ നമ്മളവിടെ ഒറിജിനലായിട്ട് അവിടെ പോയിട്ടില്ല. ഇന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് നമ്മളെ കണക്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. ഇന്ന് ഹല്ലേലൂയ, അതാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ പശയൊക്കെ ഫെവി ക്വിക്ക് എന്ന് പറയുന്നൊരു പശയുണ്ട്. കയ്യെ പുരട്ടി കഴിഞ്ഞാൽ അത് എങ്ങും കൈ 2 വിരലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2 വിരലും കൂടെ ഒട്ടിപ്പിടിച്ചാൽ അവിടെ ഇരിക്കും. അതുപോലെയുള്ള സ്ട്രോങ്, അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത്. ആ കഷ്ടത, പട്ടിണി, ആ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഹൃദയങ്ങളിൽ തന്ന സ്നേഹത്താൽ ഒരു ബോണ്ട് ഉണ്ടാക്കി നമ്മളെ അവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഈ ഉറപ്പും ഈ സെറ്റിങ്ങും ഇതെല്ലാം എന്ന് പറഞ്ഞാൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹവും 3 നിലനിൽക്കുന്നു. ഈ 3-ലാണ് നാം നിലനിൽക്കുന്നത്. എന്നിട്ട് ഈ ലോകത്തുനിന്ന് നമ്മൾ വിട്ടു കഴിയുമ്പോൾ പ്രത്യാശയും പോയി, വിശ്വാസം പോയി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ മുഖാമുഖം കാണുക, പിന്നെ അവിടെ പ്രത്യാശയുടെ ആവില്ല, നമ്മൾ ഓൾറെഡി സ്വർഗത്തിലായി. പക്ഷേ നമ്മൾ ആ സ്നേഹത്തിലായിരിക്കും അവിടെ വസിക്കുക. അതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം 3 നിലനിൽക്കുന്ന വലുതോ സ്നേഹം തന്നെ. ഫൈനൽ ദൈവ സ്നേഹത്തിൽ നമ്മളായിരിക്കും. പക്ഷേ ഇന്ന് 3 ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുക. ഈ ഹോൾഡ് ചെയ്ത് ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാനാണ് ഈ ശത്രു നോക്കുന്നത്. ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പോയാൽ നാം കൃപയിൽ നിന്ന് വീണ് പോയെന്നുള്ള വചനപ്രകാരം ആവും. പിന്നെ പാടാം. പിന്നെ ഈ പിശാച് നമ്മളെ ആ സ്നേഹത്തിൽ നിന്ന് എടുത്തു പോയാൽ, അതാണ് പറഞ്ഞത്, ഒരു ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, അവർ വീണ്ടും എന്ത് ചെയ്യാന്നറിയാമോ, ഹെയ്റ്റ് ചെയ്ത് ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ ചേർക്കാൻ ഒട്ടും ഒക്കത്തില്ല. പിശാച് അവരെടുത്തുകൊണ്ട് അങ്ങ് പോവാം. ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദുഷ്ട പിശാച് നമ്മളെ തിരിക്കാനുള്ള പരീക്ഷകളും, നമ്മൾ ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങും, സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവകാര്യത്തിനൊന്ന് ഉത്സാഹം തുടങ്ങും, എങ്ങനെയെങ്കിലും ഇവനെ എന്ത് ചെയ്യണം, ഒതുക്കി കളയണം. അപ്പോൾ പിശാചിൻ്റെ ഒരു ശക്തി, അതാണ് ഈ പോരാട്ടം. ഈ പോരാട്ടത്തെ നമ്മൾ ജയിക്കുമ്പോൾ, വിശ്വാസത്തിനായിട്ടുള്ള പോരാട്ടം, ഹല്ലേലൂയ, ദൈവവചനത്തെ മുറുകെ പിടിക്കുമ്പോഴുള്ള പോരാട്ടം, ഈ കള്ളയപ്പോസ്തലന്മാരായിട്ടുള്ള പോരാട്ടം, ഈ പോരാട്ടത്തിലൊക്കെ ജയിച്ച് ഒരു ജയവീരനാക്കി തീർക്കാനാണ് ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുന്നത്. പിശാച് എങ്ങനെയും തട്ടിപ്പോവും. എന്നാൽ 8-ാം അധ്യായത്തിൻ്റെ അവസാനം എങ്ങനെ പറഞ്ഞേ, മരണത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ വേർതിരിപ്പാൻ നമ്മൾ അവനോട്, അതാണ് നമ്മൾ സങ്കീർത്തനം വായിച്ചത്, അവൻ എന്നോട് എങ്ങനെയാണ് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. ആ സ്നേഹത്തിൽ നാം പറ്റിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു ശത്രുവിനും നമ്മെ തോന്നാക്കത്തില്ല. അതാണ് അന്നേരമാണ് നമ്മൾ അത്യുന്നതൻ്റെ മറവിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ പിശാച് നോക്കുമ്പോൾ നാം ആ വില കൊടുത്ത്, ചിലരൊക്കെ വില കൊടുത്ത് ആ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ഹല്ലേലൂയ, പരിശുദ്ധ നല്ലപോർ പൊരുതു, ഒട്ടം തികച്ചു. ആ ഒരു പോരാട്ടമാണ് ക്രിസ്ത്യൻ ലൈഫ്. 91:3 അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണ്ണിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വെടിക്കുന്നു. ശത്രു അലറുന്ന സുഖം പോലെ ആരെയും വിഴുങ്ങേണ്ടൊന്ന് ഊടാടി സഞ്ചരിക്കുക, പക്ഷെ അത് നമ്മോടിങ്ങോട്ട് അടുത്ത് വരികയില്ല. നാശകരമായ മഹാമാരിയിൽ നിന്ന് വെടിവെക്കും, രോഗം കൊണ്ടുവരും, അത് കൊണ്ടുവരും. എന്നാൽ തൻ്റെ തൂവൽ കൊണ്ട് കംഫോർട്ടിങ്, അവിടുത്തെ ആ മറവും കീഴിൽ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ആ പക്ഷി തൻ്റെ തൂവൽ കൊണ്ട് മറയ്ക്കുന്ന പോതിരി. അതിൻ്റെ ഇംഗ്ലീഷിൽ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ചെയ്തിരിക്കുന്ന ഒരു മലയുടെ സൂര്യൻ ഉദിച്ച് വരുമ്പോഴേ ഒരു മലയുടെ തണൽ ഇങ്ങോട്ട് അടിക്കും, ഒരു മലയുടെ
പുറയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ മല അന്ന് ഒരു തണലായിട്ട് നമുക്ക് വരും. വലിയ മലയാണെങ്കിൽ അതുപോലുള്ള ഒരവസ്ഥയാണ് അവിടെ ഇരിക്കുന്നത്. അവിടുത്തെ നിഴലിൻ കീഴിൽ, അവിടുത്തെ ആ തൂവൻ കീഴിൽ നമ്മളെ മറയ്ക്കുന്ന ഒരു ദൈവം. അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലയുമാകുന്നു. അവൻ്റെ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസ്തനായ ദൈവം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു, അവനെൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ ഈ വിശ്വസ്തത. അവിടുത്തെ മറവിൽ നമ്മൾ വസിക്കുമ്പോൾ ആ വിശ്വാസത്തിലാണ് നാം അവിടുത്തെ എന്ത് ചെയ്യുന്നത്? അവിടുത്തെ മറവിൽ വസിക്കുന്നത്. അതാണ് വിശ്വാസവും പ്രത്യാശയും. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് നായനും പൂർത്തി വരുത്തുന്നവനായി യേശുവിൻ. അപ്പം നമ്മൾ ഈ വിശ്വാസത്തോട് അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നത് ഒരു പരിചയമാണ്. അപ്പം വിശ്വാസത്തോട് അടുത്ത് വരുമ്പോൾ അതൊരു പരിചയമായിട്ട് മാറും. അബ്രാഹാമിനോട് പറഞ്ഞു, ഞാൻ എന്ത് നിന്റെ അതിമഹത്തായ പരിചയം പ്രതിഫലം. അപ്പം വിശ്വാസം അതാണ് ദുഷ്ടന്റെ തീയുമ്പോഴൊക്കെയും ജയിപ്പാൻ വിശ്വാസം എന്ന പരിചയം. ആ വിശ്വാസത്തോട് നമ്മൾ അടുത്ത് വരുമ്പോൾ ഹല്ലേലൂയ, അവിടെ ദൈവ സാന്നിധ്യമായിരിക്കും. അവിടോട്ടൊരു ദുഷ്ടന്റെ ഒരു ആയുധങ്ങൾ അങ്ങോട്ട് ഫലിക്കത്തില്ല. ഹല്ലേലൂയ, അതാണ് സങ്കേത നാട്ടകത്തിന്റെ പ്രത്യേകത. ആണ് എഫെസ്യ ലേഖനം 6:6 വിശ്വാസം എന്ന ദുഷ്ടന്റെ തീയുമ്പോഴൊക്കെയും ജയിപ്പാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം അല്ലേ? ആ പരിചയം എടുത്തുകൊണ്ട് ആത്മാവിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ആ ഒരു ആലയമാക്കി കർത്താവ് നമ്മളെ മാറ്റുമ്പോൾ, കർത്താവേ ഞാൻ ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് അടുത്ത് വരുമ്പോൾ, കർത്താവേ അവിടുത്തെ രക്തം അവിടെ ഉണ്ടല്ലോ, കർത്താവേ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം, കൽവറി ക്രൂശിലെ രക്തം സ്വർഗത്തിൽ നിന്ന് ആ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുക. നമ്മളത് വിശ്വാസത കിട്ടിയോ? ഏത് വാക്യം? അതുകൊണ്ട് നിങ്ങൾ ദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന് സർവ്വായിട്ട് അറിവ് എടുത്തുകൊള്ളുവിൻ. പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് 12-ാം വാക്യത്തില് പശുവിൻ രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ രക്തം ഇന്ന് വിശുദ്ധ മന്ദിരത്തിൽ ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കർത്താവേ ആ രക്തം കൊണ്ട് എന്നെ ഒന്ന് തളിക്കണമേ. ഇന്ന് നമ്മുടെ ഓരോ വീട്ടിലും നമ്മുടെ കുഞ്ഞിൻ്റെ മേലെ, ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നത്തിന് മേലെ, നമ്മുടെ ബ്രെയിനിന് മേലെ. അപ്പം നമ്മൾ ചില വിഷയങ്ങളെടുത്ത് നമ്മളിങ്ങനെ ഭാരപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് പറയണമെന്നറിയാം? ദൈവത്തിൻ്റെ നമ്മളവിടെ കർത്താവ് കാൽവറി ക്രൂശിലെ രക്തം കൊണ്ട് അവിടെ നിന്ന് തളിക്കണം എന്ന് പറയുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യും? അവിടെ ക്രിസ്തീശുങ്കൽ കാക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെയാണ് ദൈവം ഓരോ വിഷയങ്ങൾ ഭാരപ്പെടുമ്പോൾ കർത്താവെ അവിടെ ക്രൂശിലെ രക്തം തളിക്കട്ടപ്പാ. നിൻ്റെ രക്തത്താൻ മറവിലേക്ക് വരുന്നു, അത്യുന്നതിൻ്റെ മറവിലേക്ക് ഞാൻ വരുന്നു, സർവശക്തൻ്റെ നിഴലിലേക്ക് ഞാൻ വരുന്നു. കർത്താവെ നിൻ്റെ രക്തം കൊണ്ടൊന്ന് മുദ്രയിടണമേ എന്ന് നമ്മളങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിശാച് അവിടെ ഒന്നും അടുക്കത്തില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ ജീവനുണ്ട്. യേശുവിൻ്റെ ജീവനാ, അവിടുത്തെ സാന്നിധ്യമാണ്. പൈശാചൻ അവിടെ എഴുന്നേൽക്കുന്ന ശത്രുവും ചിതറിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. അത്യുന്നതിൻ്റെ മറവിൽ വെച്ച് നമ്മൾ വായിച്ച താഴോട്ടുള്ള വാക്യങ്ങളിൽ എല്ലാം ഒന്നും വായിക്കാൻ സമയമില്ല, സമയം ഓൾറെഡി കഴിഞ്ഞു പോയി. ഞാൻ ആരുടെയും സമയം എടുക്കുന്നില്ല. നിങ്ങളെല്ലാം തിരക്ക് പിടിച്ച് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുകയാണെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നിർത്താൻ പോവുക. അവിടെ പറഞ്ഞിരിക്കുന്ന താഴോട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഹല്ലേലൂയ. രാത്രിയിലെ ഭയം എടുത്തങ്ങ് മാറും. രാത്രിയിലെ ഭയത്തെയും പൽപ്പുറന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ നയിക്കുന്ന ദുഷ്ടപിശാചിൻ്റെ രോഗബന്ധനങ്ങളെയും എല്ലാം മാറിപ്പോവും. നിന്റെ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കയില്ല. ഒരു അനർത്ഥവും നിനക്ക് പേടിക്കാനില്ല. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ തൻ്റെ ദൂതന്മാരെ അയച്ചെന്ത് ചെയ്യാം? നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെക്കുറിച്ച് ഗബ്രിയേലിനും മീഖായേലിനും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നിന്നെ കൈകളിൽ വഹിച്ചോളൂ. അവസാനത്തെ വാക്യത്തിലെ കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, നമ്മളോട് ആലോചന പറഞ്ഞു തരും, അവൻ വിടുവിച്ച് മഹത്വപ്പെടും, ദീർഘായുസ് കൊണ്ട് ഞാൻ തൃപ്തി വരുത്തും. ഹല്ലേലൂയ. നിത്യരാജ്യത്തിലെ ഈ ലോകത്തിലെ കാലങ്ങൾ കഴിയുമ്പോൾ യുഗത്തിൻ്റെ ഉടവനായ ദൈവം നമ്മളെ ഹല്ലേലൂയ നിത്യരാജ്യത്തിലേക്ക് ചേർത്തുള്ളൂ. ഹല്ലേലൂയ. നിത്യദീപം, കണ്ണീരില്ല, ദുഃഖമില്ല, വേദനയില്ലാത്ത ലോകത്ത് കർത്താവിനോടൊത്ത് നാം വസിപ്പാൻ ദൈവം നമ്മളെ അവിടെ ചേർത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എവർ ലാസ്റ്റിംഗ് ലൈഫ്. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആലയമായി നാം മാറുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ, ഹല്ലേലൂയ, കാഹളനാദം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ആ മിസൈൽ വരുമ്പോൾ ശക്തിയോടെ അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുന്നത് പോലെ ഹല്ലേലൂയ ആ ഉയർപ്പിൻ്റെ ശക്തിയിനാൽ ഹല്ലേലൂയ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ആ ഉയർപ്പിൻ്റെ ശക്തി അങ്ങോട്ട് ആക്ടിവേറ്റ് ആക്കും.
അതുകൊണ്ട് നമ്മളീ എടുത്തുകൊണ്ട് ഹല്ലേലൂയ ഈ ശരീരം ജീവനോടുണ്ടെങ്കിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനെതിരെ ഏൽപ്പാൻ പോകും. ഹല്ലേലൂയ മരിച്ചവരാണെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവർ കാഹളനാദം കേൾക്കുമ്പോൾ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും കർത്താവിനോടൊത്ത് ആകാശമേഖലായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ ഇങ്ങനെ കർത്താവിനോട് ഒന്നിച്ച് നാം എന്നേക്കും ആയിരിക്കും. ഹല്ലേലൂയ ഇന്ന് അത്യുന്നതൻ്റെ മറവിലൊന്ന് വസിക്കുവാൻ കർത്താവെ ഞാൻ ആ പാതപിടത്തിലേക്കൊന്ന് അടുത്ത് വരുന്ന കർത്താവെ ആ സന്നിധിയിലേക്കൊന്ന് അടുത്ത് നമ്മൾ ഏറ്റുപറയുമ്പോൾ ഹല്ലേലൂയ അതാണ് പറഞ്ഞത്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു യഹോവയെക്കുറിച്ച്. അതരബലം എന്ന സ്തോത്രയാകും വിടപെടാതെ അവൻ്റെ നാമത്തെ ഒന്ന് നാം ഏറ്റുപറയുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഹല്ലേലൂയ ഇമ്മാനുവേലാം ദൈവം ഒരാലയമായി വസിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചു തന്നിരിക്കുക. അവനിൽ വസിച്ചുകൊണ്ട് ഇതും ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു സ്തുതിക്കുന്ന കർത്താവ് ഈ പ്രഭാത സമയം കർത്താവെ ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം കർത്താവെ. അവിടുത്തെ മറവിൽ വസിപ്പാനും അവിടെ കൂടാരത്തിലകത്ത് വസിപ്പാനും ഒരു സങ്കേത പട്ടണമായി നീ ഞങ്ങൾക്കുണ്ടല്ലോ കർത്താവെ. ആ ശരണത്തിനായി ഓടി വന്ന് വാക്കുമാറാതെ ദൈവമായി സർവശക്തനായ ദൈവമായി വിശ്വസ്തനായ ദൈവമായി ഞങ്ങളോട് കർത്താവ് ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ സ്തോത്രം കർത്താവെ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്ന അറിയുന്നവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ കർത്താവിൻ്റെ വരെ ഞങ്ങളെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ്. വീടാതോണം ഞങ്ങളെ താങ്ങി അവിടുത്തെ ഉള്ളങ്കരങ്ങൾ ഞങ്ങളെ പരിപാലിച്ചാട്ടെ. ലൈനിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കല്ലൂരി ക്രൂശിലെ രക്തം കൊണ്ട് മുദ്രയിടുന്ന കർത്താവെ ഓരോ കുടുംബത്തിലും കർത്താവെ ഇന്ന് അവരുടെ ആവശ്യങ്ങളുടെ മധ്യ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം ഞങ്ങളോട് സംസാരിക്കുന്നത് കേട്ടല്ലോ കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. ആത്മാവോട് സംസാരിക്കുന്നു. ഞങ്ങളെ കഴിവതും ശുദ്ധീകരിച്ച് കർത്താവെ നിന്റെ രാജ്യമഹിമയ്ക്കാക്കി തീർത്താട്ടെ. ഒരുവിനായി ഒരുക്കും പ്രത്യാശ കൊണ്ട് നിറയ്ക്കും സഹായിക്കും. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധ്യാനമുള്ള നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ. താങ്ക് യു. ധാരാളം അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ദാസനിലൂടെ.